ഒന്ന് രണ്ട് ഓർണമെന്റ്സ് വിളിച്ചിരുന്നല്ലോ സാറേ. നമ്മൾ എന്തായിരുന്നു നോക്കിയത്? വള 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 ഇത് ബാംഗിളിന് വേണ്ടി എത്ര വേണ്ടി വെയിറ്റ് വേണ്ടി? 2-3 ഒരു റേഞ്ചിലാണ് വേണ്ടത്. ഉണ്ടോ അല്ലേ? ഇതൊക്കെ എത്രയാ? ഇതൊക്കെ 1 പവന്റെ ബാംഗിളാണ്. 1 പവന്റെ അല്ലേ? 8 ഗ്രാം വരും. അതൊരു വെയിറ്റ് വരുന്നത് ഇതൊക്കെ 8 ഗ്രാം വരും, 6 ഗ്രാം വരും. ഫാൻസി ടൈപ്പ് സാധനങ്ങളല്ലോ. ഇതൊക്കെ നല്ല രസമുണ്ട്. തൂക്കം കൂടും. ഇതാണ് ഉദ്ദേശിച്ച വെയിറ്റ്. ഇതാണ് ഇങ്ങനത്തെ വെയിറ്റുകൾ ഈ സാധനം മോഡൽ വരുന്നത്. അതൊരു പവന്റെ സ്റ്റോൺ ലെസ് ഉണ്ടാവും. 1 പവനിൽ വരുന്നതാണ്. അതുപോലെ ഈ സാധനം 1 പവൻ വരുന്നതാണ്. അത് ലെസ് വരും. ഇതൊരു പവനാണ്. മാല കൂടി ഒന്ന് കാശിമാല. ഇത് എത്ര പവനൊക്കെ? ഇത് 3 പവൻ 24 ആണ്. ഇതൊക്കെ ഇതൊക്കെ അരപ്പവന് പിന്നെ മുക്കാല് അങ്ങനെ വരുന്നത്. ശരിയാ. ഇതാ ആ ലോങ് ആയിട്ട് കിടക്കുന്ന ഇത് വേണം. ഇത് വരുന്നത് പിന്നെ 3 പവൻ 24 ഗ്രാമിലാണ്. ഇതാ ഇന്നുള്ളതാ 24 ഗ്രാം. ഇത് വെയിറ്റ് 13 ഗ്രാം. 1.25 പവന്റെ അടുത്ത് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ ഞാൻ എടുക്കണ്ടേ? ഇതെടുക്കണ്ടേ? ഇതൊക്കെ ഏത് ടൈപ്പാ? ആന്റിക് ടൈപ്പ് ആണ്. ശരി. നോക്കണം. ഇത് വേണ്ട. ഇത് രസമില്ല. വേണ്ട. ഇഷ്ടം പോലെ. ഇതാ ഈ ഒരു മാല. ഇത് ഭംഗിയുടെ ഏതാണ്? ഇതാണ് അവിടെ. ഇത് അപ്പൊ ഒക്കെ റെഡി ആയല്ലോ? ഒക്കെ റെഡിയാണ്. എന്നാണ് കല്യാണം? 15-ാം തീയതി. അപ്പൊ മറക്കരുതട്ടാ. ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാരും ഇവിടുന്ന് ഒക്കെ പറഞ്ഞത് മാത്രം. അപ്പൊ ശരി ശരി ശരി. അതന്നെ ബ്രഷൊക്കെ എടുക്കുന്നുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു മുതൽ. ഷാഫിയ, ഇതെന്ത് നേരത്ത് ജ്വല്ലറി ഇത്ര നേരത്തെ പൂട്ടിയാ? ഇല്ല, പൂട്ടിയിട്ടില്ല. ഒന്നും കാണാൻ വേണ്ടിട്ട്. ഇല്ല, ഇരിക്കണില്ല. സെക്യൂരിറ്റി ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു? നമ്മള് ബില്ല് നോക്കുന്ന സമയത്തേ അപ്പൊ അവിടുന്നൊരു റിങ്, ഒരു വള ഒരു മിസ്സിങ് ഉണ്ട്. അപ്പൊ അത് ഞങ്ങള് നോക്കിയപ്പോ താത്തനെടുത്തുള്ള റസിയത്തയുടെ കയ്യില് പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് വള മിസ്സിംഗ് ആയി. ഉണ്ട്. അപ്പൊ അത് നമ്മളെ ബാഗിൽ പെട്ടുണ്ടോ? ഉണ്ട്, അറിയാണ്ട് പെട്ടുള്ളതായിരിക്കും. അപ്പൊ റസിയത്തയുടെ ഇതുണ്ട്. അപ്പൊ ഒന്ന് കിട്ടുകയാണെങ്കിൽ. നമ്മള് പർച്ചേസ് ചെയ്യാത്ത സാധനമാണല്ലോ അത് വള. അത് ചിലപ്പോ നോക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടതായിരിക്കാം. അപ്പൊ സെയിൽസ്മാനും പറഞ്ഞ് അങ്ങനെ പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ള. അപ്പൊ അവരൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഞാനിപ്പോ വിചാരിക്കണത് ഇങ്ങനെ മിസ്സിംഗ് ആയി. ഞാൻ റസിയത്താനൊന്ന് വിളിച്ച് ചോദിച്ചാ സെയിൽസ്മാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതൊന്ന് ചെക്ക് ചെയ്യാൻ. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്തോ? അവിടെ ചെക്ക് ചെയ്ത. അപ്പൊ സെയിൽസ്മാനെ പറഞ്ഞേ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അബദ്ധവശാൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാലോ. റസിയ എവിടെ? വായോ വേഗം അത് കാര്യത്തിന്. അതെ, നമ്മള് പിന്നെ പർച്ചേസ് ചെയ്ത ബോക്സിലേ ഇവര് പാക്ക് ചെയ്യണ സമയത്ത് വളയോ അങ്ങനെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു മിസ്സിംഗ് ഉണ്ട് അവിടെ എന്ന് പറയുന്നത്. ഒന്ന് തുറന്നു നോക്കിയില്ലേ? താത്ത ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചിലപ്പോ
അത് കൈമേല് ഉമ്മയുടെ കൈമേൽ ഇട്ട് കൊടുത്തല്ലോ. ഇത് അതല്ല, വേറൊരു റിങ്, ഒരു വള. പിന്നെ സെയിൽസ്മാൻ പറഞ്ഞത് അങ്ങനെ അവർ നോക്കിയപ്പോഴേ, അപ്പൊ താത്ത ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങളെ ബാഗിലൊന്ന് കൊണ്ടുവന്ന ആ ബോക്സിലുണ്ടോ? നമ്മൾ വാങ്ങിയത് ഒരു മാല, ഒരു മോതിരം, 2 വള. അത് കൂടാതെ പിന്നെ ഒരു വള എക്സ്ട്രാ അതിൽ പെട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കി. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലക്കാ. ഞാൻ ആവശ്യമില്ല മാത്രല്ല, അവർക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലോ, കാണിച്ചെടുത്തല്ലോ. ബോക്സ് കറക്റ്റ് നോക്കിയില്ലേ? പിന്നെ അല്ലാണ്ട് എവിടെ നോക്കിട്ടാണ് അല്ലക്ക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മളിട്ട് അത്രയും നല്ല കസ്റ്റമർ ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. അതല്ല, പിന്നെ സംഭവം ഇല്ല എന്നുള്ള ഉറപ്പാണ്. വന്നിട്ട് ബോക്സ് തുറന്നു നോക്കിയാലോ, ഓരോന്നായിട്ട് തന്നെ കാണിച്ചു തരുന്നു. അല്ലക്ക, അത് ഞങ്ങളെ സെയിൽസ്മാനെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴേ ഞങ്ങളൊരു സംശയം പറഞ്ഞു. അപ്പൊ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക്. എന്താണ് ഷാഫി പറയുന്നത്? അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. അല്ല, നിങ്ങൾ അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ ഓണറിനെ വിളിച്ച് സംസാരിക്കണ. അല്ല അല്ല, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽക്ക് പോകണ്ട. നമ്മള് ഇത് വിളിച്ചിട്ടൊന്നാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നീ മലയാളത്തിൽ പറഞ്ഞു തരുന്നത് പിന്നെ അത് അവള് മോഷ്ടിച്ചു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഞങ്ങൾ പറയില്ല. നമ്മളെ തറവാട്ടുകാരെ ആൾക്കാരാണ്, അത് അറിയണതല്ലേ. ഇവിടേക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ അറിയണ തരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അങ്ങനെ നിങ്ങളെ മുതലൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സംശയം പറഞ്ഞതല്ലേ. പിന്നെ അത് എന്തായാലും ഇവിടെ സാധനമില്ല. അപ്പൊ ഇനിയിപ്പോ അതിനെ പറ്റി നമ്മൾ സംസാരിക്കണം. വേറെ കാര്യങ്ങളിലേക്ക് പോകും. നമ്മള് നിങ്ങൾ എത്ര അറിയണോണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയാം. നമ്മൾ CCTV ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. CCTV ചെക്ക് ചെയ്തപ്പം അതില് താത്തതല്ലേ വീഡിയോ നല്ല. അപ്പൊ നോക്കിയതാ റിങ് അല്ലേ, താത്തയുടെ കൈ ശരിക്കും എടുത്തിട്ട് അത് ബാഗിൽ പോകുന്ന കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങളായ കാരണം വേറെ പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങളങ്ങനെ ഇതാക്കിയാണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള നിലക്ക്. അത്രയും ക്ലിയർ ആയിട്ട് ഇപ്പോൾ CCTV ഒക്കെ ഉള്ളതല്ലേ. അതിൻ്റെ ഒരു അല്ല, ഞാൻ നിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. നമുക്കത് അതിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ സാധനം തന്നാൽ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ആരും അറിയില്ല, അതിനെ കൊണ്ടുപോയി അവിടെ വെച്ചോണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബില്ല് തരാന്ന് വെച്ചെങ്കിൽ അങ്ങനെ സെറ്റിൽ ചെയ്യാം. അതെ, ഇനിയിപ്പോ ആരോടും പറയണ്ട. ഇല്ല, അതുകൊണ്ടല്ല ഞാൻ നേരിട്ട് വന്നത്. പറ്റിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോ ആ സാധനം തിരിച്ചു കൊണ്ടുപോകണ്ട. ഏതായാലും കൊണ്ടുവന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ആയിക്കോട്ടെ. അല്ല, അതിന് നമുക്ക് കുഴപ്പമില്ല. അത് അങ്ങനെ ചെയ്യുന്ന ബില്ല് സെറ്റിൽ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ GPay ചെയ്താലും മതി. ഞാൻ ബില്ലാണ് ഞാൻ വിട്ടുതരാം. ഇല്ല, ആരും അറിയില്ല. നമ്മൾ അത്രയും വലിയ കസ്റ്റമർ അല്ലേ. അത് ഞാൻ നേരിട്ടതല്ലേ വന്നില്ലെങ്കിൽ നമ്മൾ സെയിൽസ്മാൻ ആരും പറഞ്ഞേക്കില്ല ചെയ്യാൻ. അതിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അത് ആരും അറിയില്ല. അത് നമ്മൾ കസ്റ്റമർ അത്ര ഇതായിട്ട് സൂക്ഷിക്കുന്നു. അതിൽ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ പോട്ടെന്നാ. ശരി എന്നാ. ഓക്കെ, അസ്സലാമു അലൈക്കും.